ഇംതിയാസ് കരീം നിലമ്പൂരിൽ നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇംതിയാസ്, ഇപ്പോൾ പുതിയ സാഹചര്യം എങ്ങനെയാണ്? UDFിന്റെ സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രചാരണത്തിന്, അതായത് ആര്യാടൻ ഷൗക്കത്തിന് PV അൻവറിന്റെ പിന്തുണയുണ്ടോ എന്നാണ് VD സതീശൻ ചോദിക്കുന്നത്. ആ പിന്തുണയുണ്ട് എന്ന് PV അൻവർ വ്യക്തമാക്കിയാൽ തന്റെ PV അൻവറിന്റെ UDFിന്റെ ഭാഗമാക്കാം എന്നുള്ളതാണ് ഇപ്പോൾ UDFിന്റെ ചെയർമാനായ VD സതീശൻ പറയുന്നത്. അതിന് PV അൻവറിന്റെ മറുപടി എന്താണ്? അല്പസമയം മുൻപ് PV അൻവർ യോഗം നടക്കുന്ന തൃണമൂലിന്റെ നേതൃയോഗം നടക്കുന്ന മഞ്ചേരിയിൽ അദ്ദേഹത്തിന്റെ തന്നെ പ്രോപ്പർട്ടി ആയിട്ടുള്ള PVR കൺവെൻഷൻ സെന്ററിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ യോഗവും ആരംഭിച്ചിട്ടുണ്ട്. യോഗത്തിന് അദ്ദേഹം വരുന്ന സമയത്താണ് നമ്മൾ VD സതീശൻ പറഞ്ഞതിലുള്ള മറുപടിയൊക്കെ അദ്ദേഹത്തോട് ചോദിച്ചത്. അദ്ദേഹം ഒറ്റ വാക്കിലാണ് മറുപടി പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും നാളെ പറയാം, ബാക്കി കാര്യങ്ങൾ നാളെ പറയാമെന്ന ഒറ്റ വാക്കിൽ ഒതുക്കിയിട്ടാണ് അദ്ദേഹം യോഗത്തിൽ പ്രവേശിച്ചത്. അതായത് VD സതീശൻ പറഞ്ഞിരുന്നത് UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്തിനെ അൻവർ പിന്തുണയ്ക്കുന്നുണ്ടോ, UDFുമായി സഹകരിക്കുന്നുണ്ടോ, UDF നേതാക്കളുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ടോ എന്നതായിരുന്നു. ആ ചോദ്യമാണ് ചോദിച്ചത്. അപ്പോൾ പറഞ്ഞത് ആര്യാടൻ ഷൗക്കത്തിനെ തന്നെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം, അതല്ലെങ്കിൽ ആ കാര്യം നാളെ വ്യക്തമാക്കാമെന്ന രൂപത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഈ യോഗം, അതായത് തൃണമൂലിന്റെ ഇന്നത്തെ യോഗം ഒരു പക്ഷേ 4 ദിവസം മുൻപ് തന്നെ ഈ പാർട്ടി തീരുമാനിച്ചതാണ്. നിലമ്പൂരിൽ എന്ത് രാഷ്ട്രീയ നിലപാടെടുത്ത് മുന്നോട്ട് പോകണം എന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെയൊരു യോഗം മഞ്ചേരിയിൽ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇന്ന് യോഗത്തിലേക്ക് വരുമ്പോൾ ആ യോഗം നിർണായകമായി മാറുന്നു. കാരണം അൻവറിന്റെ UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു തീരുമാനത്തിലേക്ക് UDF എത്തിയിട്ടില്ല. അതിൽ അൻവറിനും ഇപ്പോൾ ആശയക്കുഴപ്പമുണ്ട്. VD സതീശൻ വേഴ്സസ് PV അൻവർ എന്നൊരു ഫൈറ്റിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു ഘട്ടത്തിലുമാണുള്ളത്. അപ്പോഴും PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ലീഗ് നേതാക്കളടക്കം അൻവറിന്റെ കാര്യത്തിൽ പറയുന്നത് UDF കൂടിയാലോചിച്ച് അൻവറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും. നാളെ വൈകിട്ടത്തേക്ക് അൻവറിന്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം പറയും. നാളെ ഇപ്പൊ കുറെ കാര്യങ്ങൾ നിലമ്പൂരിൽ നടക്കാൻ പോകുന്നുണ്ട്. നമുക്കിപ്പോൾ PV അൻവർ ആര്യാടൻ ഷൗക്കത്തിനെ പിന്തുണയ്ക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം അറിയാൻ കഴിയും. PV അൻവർ ഇനി മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം അറിയാൻ കഴിയും. അതോടൊപ്പം തന്നെ CPMന്റെ സ്ഥാനാർത്ഥി, ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ള കാര്യത്തിലും നാളെ അറിയാൻ കഴിയും. അപ്പൊ നാളെ നിലമ്പൂരിനെ സംബന്ധിച്ച് നല്ല വെള്ളിയാഴ്ച ആയിരിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്.